വട്ടവടയിലെ കൃഷിഭൂമികളിലേക്ക് ഒരു വട്ടം കൂടി. ദേവികുളം താലൂക്കിലെ വട്ടവടയിൽ കോവലൂരിലുള്ള ജി സെന്തിൽകുമാറിന്റെ കൃഷിവിശേഷങ്ങൾ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. പാരമ്പര്യമായി കൃഷി ഉപജീവന മാർഗമായി സ്വീകരിച്ച ഒരു കുടുംബത്തിലെ അംഗമാണ് സെന്തിൽകുമാർ. വിദ്യാഭ്യാസത്തിന് ശേഷം എറണാകുളത്ത് ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നുവെങ്കിലും കൃഷിയോടുള്ള അതിയായ താൽപ്പര്യവും അടുപ്പവും കാരണം ജോലി ഉപേക്ഷിച്ച് കൃഷി ഉപജീവന മാർഗമായി സ്വീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇദ്ദേഹം. കൃഷിയെ ജീവനതുല്യം സ്നേഹിക്കുന്ന സെന്തിൽകുമാറിന്റെ കൃഷിയിടം വിവിധ വിളകളാൽ സമ്പന്നമാണ്. കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് കൃഷി ചെയ്യേണ്ട വിളകൾ തീരുമാനിക്കുന്നത്. ഏപ്രിൽ അവസാനത്തോടുകൂടി ക്യാരറ്റ്, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ് തുടങ്ങിയവ കൃഷി ചെയ്യും. ഈ വിളകളെല്ലാം 90-100 ദിവസങ്ങൾക്കുള്ളിൽ വിളവെടുക്കാൻ കഴിയുന്നവയാണ്. ഇപ്പോൾ ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൃഷി ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഫാമിലിയിൽ നിന്നാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് ചെയ്യുന്ന കൃഷികളുണ്ട്. മഴക്കാലത്ത് ചെയ്യുന്ന കൃഷികളെന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് സെലക്ഷൻ ബീൻസ് എന്നൊരു ബീൻസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ മാർച്ച് ടു ഏപ്രിൽ വരെ ആ വിത്തുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നന്നായിട്ട് വരില്ല. മാർച്ചിലാണ് ഏറ്റവും നല്ല സമയം, അതിൻ്റെ ഒരു കാലാവസ്ഥ. സെലക്ഷൻ ബീൻസ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഒരു മാർച്ച് ഏപ്രിലാണുമ്പോൾ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി എല്ലാ കൃഷിയും ഇങ്ങനെ ഇടും. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഏപ്രിൽ ലാസ്റ്റ് തൊട്ടുള്ള സമയങ്ങളാണ് ഉരുളക്കിഴങ്ങിനും ക്യാരറ്റിനും വെളുത്തുള്ളിക്കും നല്ല സമയം. അത് കഴിഞ്ഞ് എടുത്ത് പിന്നെ രണ്ടാമതും ക്യാരറ്റ് ഇടാം. പിന്നെ മൂന്നാമെന്ന് പറഞ്ഞാൽ മഞ്ഞുകാലത്ത് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ബീൻസ്, സൂചി ഗോതമ്പ്, വെളുത്തുള്ളി, ക്യാരറ്റ്, ക്യാബേജ്, അങ്ങനെ ബീട്രൂട്ട്, നൂക്കൽ, അങ്ങനെ ഓരോ കൃഷി നമ്മൾ ചെയ്യാറുണ്ട്. ഇതിൽ എന്ന് പറഞ്ഞാൽ മഞ്ഞ് വീഴാതിരിക്കുന്നവരെ നല്ല ഈ മഞ്ഞുകാലത്ത് എടുക്കാൻ പറ്റുള്ളൂ കൃഷികൾ. മഞ്ഞ് വീണാൽ പിന്നെ എല്ലാ കൃഷിയും കരിഞ്ഞ് ഇങ്ങനെ ഒന്നുമില്ലാതെ. ഏറ്റവും നല്ലതാണ് മഞ്ഞ് വീഴാതിരിക്കാൻ. കൂടുതലും ഐസ് ഒരു നല്ല കാലാവസ്ഥയാണെങ്കിൽ നന്നായിട്ട് ഈ മാസങ്ങളിൽ നന്നായിട്ട് കൃഷികളെടുക്കാം. മഴക്കാലത്ത് സെലക്ഷൻ ബീൻസ് ആണ് പ്രധാന കൃഷി. സെലക്ഷൻ ബീൻസ് എന്ന് പറഞ്ഞാൽ പിഞ്ചിൽ കൊടുക്കുന്ന, പഴുത്തിട്ടല്ല കൊടുക്കണം, തോരൻ വയ്ക്കാൻ ആ ലെവലിൽ കൊടുക്കണം. അതെന്ന് പറഞ്ഞാൽ 56 ദിവസത്തിൽ ആ വിളവെടുക്കാം നമുക്ക് സെലക്ഷൻ ബീൻസിന്. അത് 56 തൊട്ട് പിന്നെ ഒരാഴ്ചയിൽ ഇങ്ങനെ ഒരു 3 എടുപ്പ് വരെ 4 എടുപ്പ് വരെ അതിൻ്റെ നമ്മൾ എടുക്കാം. അതേപോലെ ക്യാരറ്റ് ആണെങ്കിൽ 90 ദിവസത്തിലെടുക്കാം. വെളുത്തുള്ളി ആണെങ്കിലും 90-95 ദിവസത്തിലെടുക്കാം. ഉരുളക്കിഴങ്ങാണെങ്കിലും 90-100 ദിവസം. ഉരുളക്കിഴങ്ങ് 90 ദിവസത്തിൽ പറിക്കാം. എന്നാലും 100 ദിവസം കൂടി വിടുമ്പോൾ അത് കുറച്ച് വെയിറ്റും കുറേ നാൾ നീടിച്ച് നിൽക്കുകയും ചെയ്യും. ആ തൊലി കുറച്ച് കട്ടിയായിട്ട് വരും. 100 ദിവസം കൊണ്ട് എടുക്കുന്ന ഉരുളക്കിഴങ്ങ് ഏറ്റവും നല്ലത്. അതിനു മുമ്പ് എടുക്കുമ്പോൾ ആ തൊലിയൊക്കെ പോയി അവിടെ മുമ്പ് കറുത്തു പോകും ചൂടുള്ള പ്രദേശത്ത്. നല്ല മഞ്ഞുള്ള കാലാവസ്ഥയിലായിരുന്നു ഞങ്ങൾ സെന്തിലിന്റെ കൃഷിയിടം സന്ദർശിച്ചത്. കോളിഫ്ലവർ സാമാന്യം വിപുലമായി തന്നെ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. കോളിഫ്ലവർ പൂവിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. കൃഷി ആരംഭിക്കുന്നതിന് 1 മാസം മുൻപേ മണ്ണിൽ ജൈവവളം ഉഴുത് ചേർക്കും. ജൈവവളം സ്റ്റാർട്ടിങ്ങിലേ ഇട്ടുള്ളൂ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മാർച്ച് മാസം ഉണക്കി ആദ്യം തന്നെ നമ്മൾ ഭൂമിയിൽ വിതറി ഉണക്കി ഭൂമിയിൽ ഫുള്ളായിട്ടിടും. ഉഴുത് മറിച്ചിടും. വെളുത്തുള്ളി ഏത് കൃഷിയായാലും ഇടുന്ന സമയത്ത് കൂടുതലിടില്ല. അതിന് 1 മാസം മുമ്പേ എല്ലാം ആവറേജ് ജൈവവളം ഫുള്ളും ചേർത്തിടും. ഫ്ലഡ് ഇറിഗേഷനാണ് ഇവിടെ അനുവർത്തിച്ചു വരുന്ന ജലസേചന രീതി. ആവശ്യാനുസരണം രാസവളവും നൽകുന്നതായി സെന്തിൽ പറയുന്നു.
ഗ്രീൻ പീസാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന കൃഷി. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലാണ് സെന്തിലിന്റെ ഗ്രീൻ പീസ് കൃഷി. ഇദ്ദേഹത്തിന്റെ ഗ്രീൻ പീസ് കൃഷി പൂവിടാറാകുന്നതേയുള്ളൂ. ഗ്രീൻ പീസിന്റെ ഉപഭോക്താക്കൾ കൂടുതലും തമിഴ്നാട്ടുകാരാണെന്നാണ് സെന്തിൽ പറയുന്നത്. അന്നജം, മാംസ്യം, നാരുകൾ എന്നിവയാൽ സമ്പുഷ്ടമായ ഗ്രീൻ പീസിൽ എ, ബി, സി, ഇ, കെ തുടങ്ങിയ വൈറ്റമിനുകളും ഇരുമ്പ്, കാൽസ്യം, മഗ്നീഷ്യം, കോപ്പർ തുടങ്ങിയ ധാതു ലവണങ്ങളും അടങ്ങിയിട്ടുണ്ട്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഹൃദയാരോഗ്യത്തിനും വാതസംബന്ധമായ രോഗങ്ങൾക്കും ഗ്രീൻ പീസ് ഉത്തമമാണത്രേ. ഇല വിപണനം ചെയ്യാനാണ് ഈ മല്ലികൃഷി. വിത്ത് വിതച്ച് 40-ാം ദിവസം ഇലകൾ വിളവെടുപ്പിന് തയ്യാറാകും. മല്ലിയിലയ്ക്ക് വിപണിയിൽ ആവശ്യക്കാർ ഏറെയുള്ളതിനാൽ മല്ലികൃഷി ലാഭകരമാണെന്നാണ് ഇദ്ദേഹത്തിന്റെ പക്ഷം. ക്യാരറ്റും ഹ്രസ്വകാല വിളയായതിനാൽ മഞ്ഞുകാലത്ത് സാമാന്യം നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നു. 1 കിലോഗ്രാം ക്യാരറ്റിന് 10 രൂപ നിരക്കിലാണ് വിപണനം നടത്തിവരുന്നത്. ക്യാരറ്റ് കൂടാതെ കാബേജ്, അമര തുടങ്ങിയ വിളകളുടെ കൃഷിയിൽ നിന്നും സെന്തിൽ വരുമാനം കണ്ടെത്തുന്നു. മൂന്നാർ വട്ടവട മേഖലയിൽ മാത്രം സമൃദ്ധമായി വളരുന്ന പാഷൻ ഫ്രൂട്ടിന് പുളിപ്പ് തീരെ കുറവാണ്. ഇത് നല്ല സ്വാദിഷ്ടവുമാണ്. പാഷൻ ഫ്രൂട്ട് വീട്ടാവശ്യത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഓറഞ്ചും ഈ തോട്ടത്തിലെ ഒരു പ്രധാന വിളയാണ്. ഓറഞ്ച് സീസൺ ആരംഭിക്കുന്നതേയുള്ളൂ. വേനൽക്കാലത്ത് വെള്ളത്തിന്റെ ലഭ്യത അനുസരിച്ചാണ് കൃഷിയും ഇവിടെ പുരോഗമിക്കുന്നത്. വെള്ളം കുറവായ കാലങ്ങളിൽ കൃഷിയും താരതമ്യേന കുറവായിരിക്കും. ബഹുവിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന സെന്തിലിന്റെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രധാനമായും നടക്കുന്നത് ഈ കൃഷിയിടത്തിൽ വെച്ച് തന്നെയാണ്. ഇടനിലക്കാർ തോട്ടത്തിൽ വന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് തിരുവനന്തപുരം, തൃശൂർ, കൊല്ലം തുടങ്ങിയ ജില്ലകളിലും ഇടുക്കിയിലെ തന്നെ പ്രധാന മാർക്കറ്റുകളിലും വിപണനം ചെയ്തു വരുന്നു. ഇടനിലക്കാരാണ് ലാഭമേറെ കൊയ്യുന്നതെങ്കിലും ഇവിടുത്തെ കൃഷിക്കാർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റുപോകുന്നതിനാൽ സംതൃപ്തരാണ്. ഞങ്ങൾ ഇവിടെ തന്നെ ചെയ്യും. ഇവിടെയുള്ള ഇടനിലക്കാർ മൂന്നാർ, അടിമാലി, പെരുമ്പാവൂർ, എറണാകുളം, ആലുവ, പിന്നെ തൃശ്ശൂർ, തിരുവനന്തപുരം, കൊല്ലം അങ്ങനെ ഓരോ സ്ഥലത്ത് അവർ കൊണ്ടുപോയി കൊടുത്തിട്ട് വരും. പിന്നെ തമിഴ്നാട് പോവുകയാണെങ്കിൽ തമിഴ്നാട് ഇവിടെ ബട്ടർ ബീൻസ്, ഗ്രീൻ ബീൻസ് ഒന്നും പോകില്ല. നമ്മുടെ കേരളത്തിൽ ബട്ടർ ബീൻസ്, ഗ്രീൻ ബീൻസ് എന്നൊക്കെ പറയുമ്പോൾ തമിഴ്നാട്ടിലേക്കാണ് പോകണം. പകുതി തമിഴ്നാട്ടിലേക്കും പകുതി കേരളത്തേക്കാണ് നമ്മൾ പച്ചക്കറി അയക്കണം. വട്ടവടയിലെ കൃഷിവിശേഷങ്ങൾ സെന്തിൽ കുമാറുമായി സംസാരിക്കാം. ഫോൺ നമ്പർ 9497236629.